ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു പ്ലാന്റ് നടാം. നമ്മുടെ ഒരു അലോവേരയാണ്. അത് നടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ചകിരിത്തൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കരിയില, നല്ല ഉണങ്ങി പൊടിഞ്ഞ കരിയിലയാണ്. ഇത് ഞാൻ വാർക്കപ്പുറത്തുനിന്ന് വാരി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല മണ്ണിളക്കം കിട്ടാനും ഇതിൻ്റെ ചെടിയുടെ വേര് നന്നായിട്ട് ഓടാനും നല്ല നീർവാർച്ച ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയില ഇടുന്നത്. നല്ലൊരു കമ്പോസ്റ്റും കൂടെയാണ് ഇത്. നല്ലപോലെ നനഞ്ഞു പൊടിഞ്ഞ് മണ്ണായി ചേർന്നോളും. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കും അടുത്ത തൈ ഉണ്ടാകാനും ഒക്കെ ഇത് ഈ ചെടിയെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അരപാത്രത്തോളം ഏകദേശം ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, കുറച്ച് മണ്ണേ എടുത്തിട്ടുള്ളൂ. ഞാൻ ചാണകപ്പൊടിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എനിക്കിവിടെ ആടുണ്ട്, അതിൻ്റെ ആടിൻ്റെ കാഷ്ടമാണിത്. നല്ല ഉണങ്ങി പൊടിഞ്ഞതാണ്. ഇച്ചിരി നനവുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ അലോവേരയുടെ തൈ. ഞാനിപ്പോൾ ഇത് നടാൻ പോവാണ്. വെറും 2 മിനിറ്റ് പോലും എടുക്കുമല്ലോ ഒരു അലോവേര നടാനായിട്ട്. ഞാൻ വേറെ അലോവേരയ്ക്കകത്തുനിന്ന് ഒരു തൈ ഇപ്പോൾ പറിച്ച് മാറ്റിയതാണ്. നമുക്ക് വേറെ ഇതിൻ്റെ ചോടുണ്ട്. അപ്പം ഞാനിത് എല്ലാവരുടെയും വീട്ടിൽ ഇത് നട്ട് പിടിപ്പിക്കേണ്ടതാണ്. ഒരു വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത്. ഇതിൻ്റെ ഗുണം പറഞ്ഞാൽ തീരുകയല്ല, അത്രയ്ക്ക് മാത്രം ഗുണങ്ങളുണ്ട് ഇതിന്. യൂട്യൂബ് കാണുന്നവർക്കും ഇതൊക്കെ കാണുന്നവർക്കൊക്കെ അലോവേരയുടെ ഗുണങ്ങളെപ്പറ്റി അറിയാൻ മേലാത്തവരിപ്പോൾ കാണുമെന്ന് തന്നെ അറിയത്തില്ല. അത്രയ്ക്കും നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. ഇത് നട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് എവിടെയെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലമായ കാരണം ഈ മണ്ണിനൊക്കെ നനവുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം നനവുള്ള സാധനങ്ങളായിരിക്കും ഇതിനകത്ത് കൂട്ട് ചേർത്തിരിക്കുന്ന എല്ലാം. ഈ പോട്ടിംഗ് മിശ്രിതം മുഴുവൻ നല്ല നനവുള്ളതാണ്. ഒരുവിധം നനവുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് വളരാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കഴുകിയ വെള്ളം ഒഴിക്കാമെങ്കിൽ ഈ ലീഫുകളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് വണ്ണം വെച്ച് ഇത് നിറച്ച് ജെല്ലാകും. ജെല്ലങ്ങ് നിറയും. ഉണ്ട് അവിടെയൊക്കെ വേറെ അലോവേരയൊക്കെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഞാനിങ്ങനെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് പിറ്റേ ദിവസം തന്നെ അറിയാം. അത്രയ്ക്കും നല്ല ഇതാണ് ഈ ഇറച്ചിയുടെ വെള്ളം. അതുപോലെ മുട്ട, ചീത്തയായ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ, ഇച്ചിരി കേടായ മുട്ടകളൊക്കെ ഉണ്ടെന്നെങ്കിൽ അതൊക്കെ ഇച്ചിരി കഞ്ഞിവെള്ളത്തിനകത്തോ ഞാനും നന്നായിട്ട് അടിച്ച് കലക്കിയതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാമെങ്കിലും പെട്ടെന്ന് ഈ ചെടിക്കൊരു ഗ്രോത്ത് ഉണ്ടാകും. നല്ല ജെല്ല് നിറയും. ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങോട്ട്, ഇതിൻ്റെ ഈ ഇലയെല്ലാം അങ്ങോട്ട് വളർന്നിട്ട് ഇതിനകത്തെല്ലാം ഇഷ്ടംപോലെ ജെല്ലാകും. അപ്പം നമുക്കിതിനകത്ത് വേറൊരു ടിപ്പ് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവരുടെ വീട്ടിൽ ഇത് എന്താണെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ പ്രസവിച്ച് കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അകിടുവീക്കം. അകിടുവീക്കത്തിന് ഒന്നാന്തരം ഒരു മരുന്നാണിത്. നല്ല 2 ലീഫ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ നാടൻ മഞ്ഞളിൻ്റെ പൊടി നന്നായിട്ട് രണ്ടും കൂടെ മിക്സിയിലിട്ട് ഇത് രണ്ടും ഒരു നുള്ളു ചുണ്ണാമ്പും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുപ്പുള്ള വെള്ളം, ഐസല്ല, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ അകിട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് ഈ മിക്സ് നന്നായി പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം 1-2 പ്രാവശ്യം വെച്ച് നന്നായിട്ട് ഈ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഈ നീരുള്ള ഭാഗത്തും അകിട് മുഴുവനും തേച്ച് കൊടുത്തു കഴിയുമ്പോൾ അകിടിനൊന്നും ഒരു കേടും വരുത്താതെ ആ അസുഖം മാറി കിട്ടും. അത് തുടക്കത്തിലേ തന്നെ ചെയ്യണം. അല്ലാതെ അത് വളർന്ന് പഴുത്ത് വല്ലാതെ ആയതിനു ശേഷം അല്ല ഇത് ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ടും ആ അസുഖം മാറി ആ മൃഗം നമുക്ക് സാധാരണ പോലെ ആയിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ഉപകാരം ഇതിന് വേറെയുണ്ട്. ഇതൊന്നും നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് പറഞ്ഞു തരുന്നത്.
നമുക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കും പങ്കുവെച്ച് തന്നെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ മേടിച്ച് വളർത്തുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമുക്കുണ്ടാകാൻ ഇങ്ങനെയുള്ള പ്രതിവിധികൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. മരുന്ന് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കെമിക്കൽ മരുന്നുകളൊക്കെ കൊണ്ട് ചെയ്താലും ഡോക്ടറെ വിളിച്ചാലും ഒന്നും ഈ ചില പിന്നെ അകിട് വീക്കം വന്നാൽ മാറുകയില്ല. ചിലപ്പോൾ അതിൻ്റെ അകിട് തന്നെ കഴിച്ച് നാശമായി പോയെന്ന് വരും. അപ്പോൾ ഈ ഇങ്ങനെ 2 ലീഫ് ഉണ്ടെന്ന രീതിയിൽ നമുക്ക് അതിനെ നല്ല നിഷ്പ്രയാസം ഈസി ആയിട്ട് നമുക്ക് അകിട് വീക്കം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് പേർക്ക് എല്ലാവർക്കും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവർക്കൊരു ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടി കാണിക്കരുത്. അങ്ങനെ മടി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ വലിയ മില്യനോ കെയോ ഒന്നും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും നമ്മൾ അങ്ങനെ ഒന്ന് പരിഗണിക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനായിട്ടില്ല, ആർക്കും ഇതിനകത്ത് പണമുടക്കൊന്നുമില്ല. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. എല്ലാവർക്കും പല വിധത്തിലുള്ള കാര്യങ്ങളും അറിയാവുന്നവരുണ്ട്. അപ്പോൾ അവർ അവരുടെ അറിവുകൾ ഇതിൽ കൂടി പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന കാര്യത്തിനെ നമ്മൾ അപമാനിക്കരുത്, മാനിക്കണം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. ഹായ്.